ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ആ നടത്ത കണ്ട് മതി, സമാധാനം. ഇനിയെങ്കിലും ചെങ്ങായി ഒന്ന് നന്നാ കഴിക്കും. അല്ലെങ്കിൽ അവൻ്റെ പറപ്പിക്കല് നാട്ടുകാർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അത് ശരിയാ. പോക്ക് കണ്ടാത്തൊന്നും വായുകുലി ആകാൻ പോകാന്ന്. ഇതാ വീണ് വീണ് വീണ്. ഇതെന്ത് കോല ബോബി അത്? കാറിടിച്ചതാ. അത്രേ ഉള്ളൂ. എൻ്റെ ബൈക്ക് കെട്ടിയിട്ട് പരിക്ക് വെച്ച് എത്ര പേരുണ്ടെന്ന് അറിയോ? ഇതേതായാലും നന്നായി. പറയലോ പറ ബോബിയെ, എനിക്കിത് പറ്റിയാലേ നാട്ടുകാർക്ക് നല്ല സന്തോഷാ. പോടാ ഡോൾബി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ നാട്ടിലെ ഏറ്റവും വേഗത കൂടിയ ബൈക്കർ അല്ലെങ്കിൽ എനിക്കിത് എന്ത് പറ്റി? അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എനിക്കെന്താ പറ്റി? അവനവന് സുഖത്തിനായി ആചരിക്കുന്നവൻ അപരന്റെ സുഖത്തിനായി വരേണം എന്നാണല്ലോ കവി പറഞ്ഞത്. അതാണ് എടാ സത്യത്തിൽ എന്താ സംഭവിച്ചേ? രാത്രിയിൽ കണ്ണ് കാണുന്നില്ല, ഡിം ലൈറ്റ് ഇട്ടിട്ട് വണ്ടിയെല്ലാം കൂടി വന്നിട്ട് നമുക്ക് ചെറുവണ്ടിക്കാർക്കൊന്നും അങ്ങോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. കാറിന് ചെന്ന് കയറിയതാ. എടോ, ഈ കാര്യം ഞാൻ അസംബ്ലിയിൽ ഒരു നിർദ്ദേശം വെക്കുന്നു. നിങ്ങളതിന് പഞ്ചായത്ത് മെമ്പർ ആകാനല്ലേ മത്സരിക്കുന്നത്? അതെ, ഇന്നൊക്കെ ഒരു കഥ കേൾക്കണം. ഇന്നലെ ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ബൈക്ക് പോവാ. എന്റെ മുമ്പിലുണ്ട് ലോറി. ഈ ലോറിന് കയറി വേണമെങ്കിൽ പോകാൻ, ലോറിനെ ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ വേണ്ടി മുമ്പിലെ വണ്ടിക്ക് ഞാൻ ഇൻഡിക്കേറ്റർ ഈ ലൈറ്റ് ഇട്ട് കൊടുത്ത്, ഇത് ഹെഡ്ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ചെങ്ങായി വരുന്ന ചെങ്ങായി സൈഡായി തരണ്ടേ? എത്ര നേരം ഞാൻ സ്വീപ്പായെന്നറിയോ? ഒന്ന് മാറി തരുമോ അല്ലെങ്കിൽ ഒന്ന് ഒഴിവായി ചട്ടി തരുമോ ചെയ്യുന്നില്ല. അല്ല സൈത്തേ, ഓൻ്റെ സൈഡ് ചേർന്നിട്ടല്ലേ വരുന്നത്. എനക്ക് പോകാൻ തിരക്ക് കൂട്ടിയിട്ട് ഈ ഹെഡ്ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോഡിന് വീതിയൊന്നും കൂടാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, എനക്കിപ്പോൾ 8 മണിക്ക് പോകേണ്ട ഒരു സ്ഥലത്ത് ഈ 7:50 പോലും എനക്ക് 7:30 പോയിക്കൂടെ? എന്നാൽ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ. നമ്മുടെ ആളുകളാ ചിലപ്പോൾ വാഹനം ഓടിക്കുന്നത് നമ്മളെ അളിയനോ പെങ്ങളോ സുഹൃത്തുക്കളോ കുടുംബക്കാരോ ഒക്കെ ആയിരിക്കാം. രാത്രി പോകുമ്പോൾ ഡിം ലൈറ്റ് അടിച്ചു കൊടുക്കുക പ്ലീസ്. പിന്നെ തിരക്കുകാരുണ്ടെങ്കിൽ ഓരങ്ങോട്ട് പോയിക്കോട്ടെ, നമ്മൾ വണ്ടി ഒന്ന് നിർത്തി കൊടുക്കുക. വാഹനം ഉപയോഗിക്കുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൺ അടിക്കുമ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി കൊടുക്കുക. സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്നവർ വണ്ടി ഒന്ന് നിർത്തി കൊടുക്കുക. ഒരു അപേക്ഷയാണ്. എന്നാ ഞാൻ പോവാൻ പറയേ. ആയിക്കോട്ടെ. അതേ ഒരു ഭ്രാന്തം വരുന്നു. സർട്ടിഫിക്കറ്റ്, കുടിക്കടം, കൈവശം, സർട്ടിഫിക്കറ്റ്, കൈവശം, സർട്ടിഫിക്കറ്റ്. നല്ല മൂസക്ക, നിങ്ങളെന്താ ഇങ്ങനെ? എൻ്റെ മെമ്പറെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു പഠിക്കുക. നിങ്ങൾക്ക് അതിന് എന്താ മൂസക്ക വേണ്ടി? എൻ്റെ മെമ്പറെ, എനിക്ക് പട്ടയം വേണം. പട്ടയം ഇല്ലാത്ത ഭൂമിയാണോന്നോ പട്ടയം ഉള്ള ഭൂമിയാണോ എന്നാ ബാങ്ക് പേര് ചോദിക്കുന്നത്. ഇതിത്ര നിസാരമായിട്ടുള്ള കാര്യമല്ലുള്ളൂ. നമുക്ക് വില്ലേജ് ഓഫീസിലുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ പോരെ? മൂപ്പരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നടക്കും. നമുക്കൊന്ന് അവിടം വരെ പോവാം. എന്തേ വരി. നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, വില്ലേജ് ഓഫീസറല്ലേ ഇങ്ങോട്ട് വരുന്ന. ഞങ്ങൾ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇത് എന്തിന്റെ പുറപ്പാടാ മെമ്പറെ? അല്ല, എന്തായിരുന്നു കാര്യം? അതെ, മൂപ്പര സ്ഥലത്തിന് പട്ടയം ഉണ്ടോ ഇല്ലേന്ന് അറിയണം. അതിനെന്താ, ആധാരം നോക്കിയാൽ മതിയല്ലോ. അതിന് ഇയാൾക്കത് നോക്കാൻ അറിയണ്ടേ? മെമ്പറെ, ഇയാൾ ആധാരത്തിൽ പട്ടിക എന്ന ഗോളുണ്ട്. ആ ഗോളത്തിൽ അവകാശം എന്ന് എഴുതിയെടുത്ത് ജന്മം എന്നാണെങ്കിൽ ഇയാൾക്ക് ജന്മ അവകാശമുണ്ട്. അതാണ് പട്ടയം. ഓ, അത് ശരി. അവകാശത്തിൽ കാണം പാട്ടം എന്നിങ്ങനെയാണെങ്കിൽ പട്ടയം വേണം. 1970 മുന്നുള്ള ആധാരമാണെങ്കിൽ അതിന് പട്ടയം വേണ്ട, അത് ജന്മ അവകാശമാണ്. അതിന് ശേഷമുള്ള ആധാരത്തിൽ ജന്മം എന്നാണെങ്കിൽ പട്ടയം ഉണ്ടാവും. അത് നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് മേടിക്കണം. ആധാരത്തിൽ കാണമെന്നോ പാട്ടമെന്നോ ആണെങ്കിൽ അതിന് നിങ്ങൾ പട്ടയത്തിന് അപേക്ഷ വെക്കണം. അല്ല, അതിനൊക്കെ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ പട്ടയം ലഭിക്കുന്നതിന് നിങ്ങളൊരു അപേക്ഷ കൊടുക്കണം. എന്നാ പിന്നെ മെമ്പറെ, ഞാനങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ, ഞാനങ്ങോട്ട് വരാം. ഓ, ആയിക്കോട്ടെ. മെമ്പറേ, ഞങ്ങളും ഇന്നലെ അങ്ങോട്ട് പോട്ടെ. പോയിക്കോളി. അപ്പോൾ മൂസക്കായി നിങ്ങൾ പട്ടയത്തിൻ്റെ അപേക്ഷ ഇപ്പം തന്നെ വെച്ചോളൂ.